ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലവ് ഓഫ് ലേണിംഗ്. ഇത് നിങ്ങളുടെ വീണ മിസ് ആണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആസ്പെക്ട്സ് ഓർ എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ആണ്. ഈ ആസ്പെക്ട്സ് ഓഫ് എലമെന്റ്സ് ഓർ സ്റ്റാഫിങ്ങിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: റിക്രൂട്ട്മെന്റ് എന്നും, ട്രെയിനിങ് എന്നും, സെലക്ഷൻ എന്നും. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിക്രൂട്ട്മെന്റ്. സി, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ജോലി ആവശ്യമുള്ള വ്യക്തികളെ ഒരു ജോബിലേക്ക് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. അതുപോലെ തന്നെ അവരെ ജോബിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സും കൂടിയാണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിനെ ഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറില്ലേ, ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് അഡ്വർടൈസ്മെന്റ് റിക്രൂട്ട്മെന്റിന്റെ കാണാറുണ്ട്. അവിടെ ഓരോ വ്യക്തികളെയും സ്റ്റിമുലേറ്റ് ചെയ്യാണ് ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സ്റ്റിമുലേഷൻ ആണ്. അതുപോലെ തന്നെ പല പല സ്കൂളുകളും കോളേജുകളും ഒക്കെ എടുത്ത് വിവിധ കമ്പനികള് റിക്രൂട്ട്മെന്റുകൾ നടത്താറുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. The source of recruitment can be divided into two: external and internal. The first one, internal sources of recruitment. See, first one is transfer. Transfer എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു എംപ്ലോയിയെ ഒരു ജോബിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് അവര് സിമിലർ സ്റ്റാറ്റസിൽ നിൽക്കുന്നവരായിരിക്കും, സിമിലർ ആയിട്ടുള്ള ജോബ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് ഷിഫ്റ്റിംഗ് ഓഫ് എംപ്ലോയി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇവരുടെ ജോബില് ഇവർക്ക് സ്ലൈറ്റ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ അവർക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് എംപ്ലോയീസിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആയിരിക്കും. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അവരുടെ ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആയിരിക്കും. അപ്പൊ ഒരു സിമിലർ ആയിട്ടുള്ള ജോബിൽ തന്നെ നിന്നുകൊണ്ട് ഒരു ജോബിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബട്ട് നോ ചേഞ്ച് ഇൻ സാലറി. ഇവിടെ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിക്കും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ സാലറിയുടെ കാര്യത്തിൽ അവർക്ക് യാതൊരു ചേഞ്ചസും ഉണ്ടായിരിക്കുകയില്ല. ഫില്ലിംഗ് ജോബ് പൊസിഷൻ ഫ്രം അതർ ഡിപ്പാർട്ട്മെന്റ് വേർ ദർ ആർ എക്സസ് എംപ്ലോയീസ്. അപ്പൊ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലെ ജോബ് പൊസിഷനെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫറിങ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റില് എംപ്ലോയീസ് കൂടുതലായിരിക്കും, അതുകൊണ്ടായിരിക്കാം ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. പിന്നെ ഇതിനെ ഞാൻ പറഞ്ഞു, ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എംപ്ലോയീസ് ആണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുന്നത് എംപ്ലോയീസിന് ഡിഫറെന്റ് ലേണിംഗ് ജോബ് ഇതിനുള്ള ഒരു ട്രെയിനിങ് കൂടെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫറിനെ നമ്മളൊരു ജോബ് റൊട്ടേഷൻ എന്നും കൂടി പറയുന്നു. പിന്നെ ഇത് നമ്മുടെ എംപ്ലോയീസിന്റെ ഇൻക്രീസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതായത് ഇപ്പൊ ട്രാൻസ്ഫർ നടത്തുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഒന്നും കൂടുന്നില്ല. അപ്പൊ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ ഈ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രൊമോഷൻ. അതായത് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിയെ ഒരു ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് ഉയർത്തുന്നതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊമോട്ടിംഗ് ദ വൺ എംപ്ലോയി ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽ പൊസിഷൻ. സോ ഇറ്റ് ക്യാരീസ് ഹയർ സ്റ്റാറ്റസ്, ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി, better facilities and more pay. അപ്പൊ in this case they will get a more salary
suitable facilities or reasonable facilities and greater responsibility. അവർക്ക് ഉയർന്ന ഉത്തരവാദിത്വം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റസും കൂടുന്നു. അത് അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി ഈ നമ്മുടെ പ്രൊമോഷന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. നോ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ നമ്പേഴ്സ് ഒന്നും കൂടുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഒരു വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പിന്നെ എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഈ പ്രൊമോഷൻ വഴി സാധിക്കുന്നു. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ ഒരു തരത്തിലുള്ള മോട്ടിവേഷൻ കൂടെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ സോഴ്സസ് ആണ് കേട്ടോ. Number one, sense of security. It creates a sense of security among the personnel. അതായത് സ്റ്റാഫുകൾക്കിടയിൽ തന്നെ ഒരു സുരക്ഷിതത്വം ഇത് ഉറപ്പാക്കുന്നു. അതായത് ഇന്റേണൽ സോഴ്സസ് ആയതുകൊണ്ട്, അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്റ്റാഫിനെ എടുക്കുന്നത് കൊണ്ട് സ്റ്റാഫുകൾക്ക് തന്നെ ഓർഗനൈസേഷനിൽ ഒരു സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി അടുത്തതാണ് ലോയൽറ്റി. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയാണ്. അതായത് ഇറ്റ് ബിൽഡ് ലോയാലിറ്റി എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഇടയിൽ തന്നെ ഓർഗനൈസേഷനിലോട് ഒരു വിശ്വസ്തത പുലർത്താനായിട്ട് ഇത് സാധിക്കുന്നു. പിന്നെ എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ ഇത് കൂട്ടുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ മോട്ടിവേഷൻ ഓഫ് ദി എംപ്ലോയീസ് ഫോർ ബെറ്റർ പെർഫോമൻസ്. അതായത് ഈ എംപ്ലോയീസിനെ പെർഫോമൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എംപ്ലോയർ എന്ത് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇന്റേണൽ സോഴ്സസിലൂടെയാണ് ഇവര് അടുത്ത ജോബിലേക്ക് വരുന്നതെങ്കിൽ അവര് ഒരുപാട് മോട്ടിവേറ്റഡ് ആകുന്നു. ഇനിയാണ് ഇറ്റ് ഈസ് ആൻ എക്കണോമിക്കൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതായത് നമുക്ക് ഒരു സാമ്പത്തിക അവസ്ഥ നിലനിർത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. ഒരു റിക്രൂട്ട്മെന്റിന്റെ ഇതൊരു എക്കണോമിക്കൽ ആണെന്ന് പറയാനായിട്ട് സാധിക്കുന്നു. അടുത്തതാണ് എംപ്ലോയ്മെന്റ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും ജോബിന് ഒരു കണ്ടിന്യൂറ്റി ഇതുവഴി ഉണ്ടാകുന്നു. കാരണം ജോബിൽ നിൽക്കുന്ന ആളെ തന്നെയാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ അടുത്ത പൊസിഷനിലേക്കോ മാറ്റുന്നത്. അപ്പോൾ അവരുടെ ജോബിൽ അവർക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നു. അടുത്തതാണ് ബെറ്റർ റിലേഷൻസ്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റ് പറയുന്നത് സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് റെക്ടിഫൈഡ്. അതായത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും എംപ്ലോയീസിന്റെ കൂടുതലും കുറവും ഇതുവഴി നികത്താനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ഇതുവഴി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫ് കൂടുതലാവുമ്പോഴാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ സർപ്ലസും ഷോർട്ടേജും ഒക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുന്നു. അടുത്തത്, ഇത് നമ്മുടെ എംപ്ലോയീസിന് ഹയർ പൊസിഷനിലേക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ടൂളായിട്ട് തന്നെ ഇന്റേണൽ സോഴ്സസിനെ കണക്കാക്കപ്പെടുന്നു. അതായത് ഓരോ വ്യക്തികൾക്കും ഒരു ട്രെയിനിങ് ആയിട്ടായിരിക്കും കൂടുതൽ ഇന്റേണൽ സോഴ്സസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. സെൻസ് ഓഫ് സെക്യൂരിറ്റി, ലോയൽറ്റി, എംപ്ലോയീസ് മോട്ടിവേഷൻ, എക്കണോമിക്കൽ, എംപ്ലോയ്മെന്റ് കണ്ടിന്യൂറ്റി, better relations, surplus and shortage rectified, tools for training.